ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ്നസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ വിശ്വാസം ഒരു വ്യക്തിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക് വിശ്വാസം വരുന്നത്? വിശ്വാസം കേൾവിയാൽ. ഒരുത്തൻ യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ അവനിൽ വിശ്വാസം വരുന്നു, വിശ്വാസം ഉണ്ടാകുന്നു. ദൈവവചനം കേൾക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. അതാണ് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. വചനം കേട്ട എല്ലാവരും അനുസരിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുമ്പോൾ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് വന്നാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത്. അപ്പോൾ ഒരാൾ സുവിശേഷം അറിയിക്കുമ്പോൾ കേൾക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയും, ഇയാൾ പറയുന്നത് സത്യമാണ്, സത്യമാണ്, സത്യമാണ് എന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായ ബോധ്യം കൊടുക്കും. അയാൾക്ക് റിജക്റ്റ് ചെയ്യാം, സ്വീകരിക്കാം. രണ്ട് മാർഗങ്ങളും അവിടെയുണ്ട്. ചിലർ ദൈവത്തിൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെടുന്നു, ചിലർക്ക് അതൊരു ഭോഷത്വമായിട്ട് തോന്നുന്നു. എന്നാൽ നശിച്ചു പോകുന്നവർക്ക് ക്രിസ്തുവിൻ്റെ വചനം ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയുമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി ദൈവവചനം കേൾക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് അവനോട് അത് സത്യമായ വചനമാണ് എന്ന് പറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നു. എങ്ങനെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്? എന്ത് വചനം കേൾക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്? ക്രിസ്തുവിൻ്റെ വചനം. എന്താണ് ക്രിസ്തുവിൻ്റെ വചനം? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ രൂപത്തിലും ഛായയിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ ഭൂമിയിൽ പാർപ്പുവാൻ തക്കവണ്ണം ഇടയാക്കി. കിഴക്ക് ഏദൻ എന്ന തോട്ടത്തിൽ അവനെ പാർപ്പിച്ചു. അവിടെ അവന് തുണയായിട്ട് ഹൗവ എന്ന് പറയുന്ന സ്ത്രീയെയും അവന് കൊടുത്തു. ആദിമ മനുഷ്യന് ദൈവം പേരിട്ടു, ആദാം എന്ന് പേരിട്ടു. അങ്ങനെ ആദാമും ഹൗവയും ഏദൻ തോട്ടത്തിൽ അവർ വാണുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടത്തെ കാക്കുകയും വേണം. കാരണം തള്ളപ്പെട്ടു പോയിരിക്കുന്ന പിശാച് തോട്ടത്തിൽ പ്രവേശിക്കാതെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നാൽ പിശാച് അവിടെ കയറുകയും തന്നെ ആദാമിൻ്റെ ഭാര്യയായിരുന്ന ഹൗവ തനിച്ചിരിക്കുമ്പോൾ ഹൗവയോട് വന്ന് സംസാരിക്കുകയും അങ്ങനെ ആ പ്രലോഭനത്തിൽ ഹൗവ വീഴുകയും അങ്ങനെ പാപം ചെയ്യുകയും ചെയ്തു. ദൈവകൽപ്പന ലംഘിച്ച് തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, അത് നന്മയും തിന്മയും തിരിച്ചറിയുന്ന വൃക്ഷമാണ്, അത് തിന്നരുത്. ബാക്കിയുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം അവരോട് പറഞ്ഞു. തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള മരണം എന്ന് പറയുന്നത് വേർപാടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടും. എല്ലാ ദിവസവും ദൈവം വെയിലാറുമ്പോൾ തോട്ടത്തിലേക്ക് വരും, ആദാമുമായിട്ട് സംസാരിക്കും. എന്നാൽ അന്ന് വന്നപ്പോൾ അവർ തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. എന്തായിരുന്നു കാരണം? അവർ പാപം ചെയ്തു. പാപം ചെയ്തപ്പോൾ അവർ നഗ്നരാണെന്നറിഞ്ഞു. അവർ ദൈവത്തിൽ നിന്ന് ഒളിക്കുവാൻ ശ്രമിച്ചു. അവർക്ക് ഭയമുണ്ടായി, തമ്മിൽ കുറ്റപ്പെടുത്തുവാൻ ആരംഭിച്ചു. അങ്ങനെ ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എങ്കിലും ദൈവത്തിൻ്റെ കയ്യിൽ അവരെ വീണ്ടെടുക്കുവാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പിശാച് ദൈവത്തോട് പാപം ചെയ്തപ്പോൾ ദൈവം പിശാചിനെ എന്നേക്കും തള്ളിക്കളഞ്ഞു. അവനെ സമാഗമന പർവ്വതത്തിൽ നിന്ന് തള്ളി താഴേക്കിട്ടു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അവൻ പറഞ്ഞു, ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ ഉത്തരദിക്കിൽ എൻ്റെ സിംഹാസനം വയ്ക്കും, ഞാൻ അവിടെ ഇരുന്ന് അരുളുമെന്ന് അവൻ ഹൃദയത്തിൽ ചിന്തിച്ച നിമിഷം ദൈവം അവനെ വെട്ടി താഴേക്കിട്ടു. അങ്ങനെ അവൻ്റെ കൂടെ ഒരു 1/3 ദൂതന്മാർ കൂടി വീണു പോകാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. എന്നാൽ ഇങ്ങനെ വീണുപോയ ദൂതന്മാരെ വീണ്ടെടുക്കുവാൻ ദൈവം യാതൊരുവിധ പദ്ധതിയും രൂപീകരിച്ചില്ല. എന്നാൽ വീണുപോയ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. എന്നാൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. പുസ്തകച്ചുരുളിൽ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പറഞ്ഞു, പിതാവേ, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, മശീഹ വരുമെന്നും അവൻ പിശാചിൻ്റെ തലയെ തകർക്കുമെന്നും അവൻ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് കാരണമായി തീരുമെന്നും കന്യകയിൽ നിന്ന് ഗർഭിണിയാകുമെന്നുള്ള തിരുവെഴുത്തുകളിൻ പ്രകാരം പിതാവായ ദൈവത്തോട് യേശുക്രിസ്തു പറഞ്ഞു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുള്ളതെന്ന് വിചാരിക്കാതെ ഒരു ദാസന്റെ രൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി, അവൻ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി എന്ന് നാം വായിക്കുന്നു. കൊടാനുകൂടി ദൂതന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്ന കർത്താവായ യേശുക്രിസ്തു, അവൻ ആദിയിലേ ഉള്ളവനായ ദൈവം, അവൻ മുഖാന്തരം സകലവും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല.
അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാൻ അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യ അവതാരത്തിൽ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വന്നു. കന്യകയുടെ ഉദരത്തിൽ അവൻ ഉരുവായി. അത് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന യോസഫിൻ്റെ ഭാര്യയായിരുന്ന മരിയയുടെ ഉദരത്തിൽ അവൻ ഉരുവായി ഈ താണഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു. അവനെ വന്ന് പിറക്കുവാൻ ഒരു വീടോ ഒരു സത്രമോ ഉണ്ടായിരുന്നില്ല. വഴിയിൽ എവിടെയോ അവനെ പ്രസവിച്ചു. അതിനുശേഷം അവരെ ഒരു പശുത്തൊട്ടിയിൽ കിടത്തി. അതെ, അവൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സമ്പന്നനായിരുന്ന ദൈവം, സർവശക്തനായിരുന്ന ദൈവം കേവലം ഒരു മനുഷ്യനെപ്പോലെ അവൻ താഴെ ഇറങ്ങി നമ്മിൽ ഒരുവനെ പോലെ ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ ചെയ്തു. അവൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ചെകിടരെ കേൾക്കുമാറാക്കി, ഊമരെ സംസാരിക്കുമാറാക്കി, മുടന്തരെ നടക്കുമാറാക്കി, കാറ്റെ അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റ് നിയന്ത്രിക്കപ്പെട്ടു. പ്രകൃതി ശക്തികളെല്ലാം അവൻ നിയന്ത്രിച്ചു. അവൻ മരിച്ചുപോയ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ പൂർണ്ണ ദൈവമാണെന്ന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ തെളിയിച്ചു. അതുപോലെ തന്നെ വിശപ്പുള്ളവനായി, ദാഹമുള്ളവനായി അവൻ പൂർണ്ണ മനുഷ്യനാണെന്നും ഈ ഭൂമിയിൽ വെച്ച് അവൻ തെളിയിച്ചു. അതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മളെ രക്ഷിക്കുവാനാണ്. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേര് വിളിക്കണം. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ നശിപ്പിക്കുവാനായിട്ടല്ല. പല അവതാരങ്ങളും ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വന്നിട്ടുള്ളവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് പാപികളെ നിഗ്രഹിച്ച് നല്ലവരെ വീണ്ടെടുക്കുവാനാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു. അങ്ങനെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കോണം കർത്താവായ യേശുക്രിസ്തു ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വന്നു. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ദൈവമല്ല, അവൻ ആദിയിലേ ഉള്ള ദൈവം. അവൻ മുഖാന്തരം സകല ഉളവായി. അവനോട് കൂടെയാണ് എല്ലാം ഉണ്ടായിരുന്നത്. അവൻ മുഖാന്തരം സകല ഉളവായി. അവനെ കൂടാതെ ഒന്നും ഉളവായില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെ അവൻ ഭൂമിയിലേക്ക് വന്നു. അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഒടുവിൽ അവൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് അവനെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അസൂയ പൂണ്ട പുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം ചേർന്നുകൊണ്ട് അവൻ്റെ നേരെ ഉപായം നിരൂപിക്കുകയും അവൻ ചെയ്ത പ്രസിദ്ധമായ ചില അടയാളങ്ങൾ കണ്ടപ്പോൾ അവനെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല, അവനെ കൊന്നുകളയണമെന്ന് അവർ നിരൂപിക്കുകയും കൂട്ടം കൂടി ആലോചന ചെയ്യുകയും അങ്ങനെ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനെ വശീകരിക്കുകയും അവന് പണം കൊടുത്ത് ഇവൻ എവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണ് അവൻ രാത്രി ചിലവഴിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പകൽ പരസ്യമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന യേശുവിനെ പകൽ പിടിക്കാതെ രാത്രിയിൽ ഒരു കള്ളനെ പിടിക്കുന്നത് പോലെ തീവെട്ടിപ്പന്തങ്ങളും ആയുധങ്ങളും ഒക്കെയായിട്ട് പടയാളികളും യഹൂദന്മാരുടെ സേവകരും എല്ലാം ചേർന്ന് യേശുക്രിസ്തുവിനെ രാത്രി വന്ന് വളഞ്ഞു പിടിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള നേതാക്കന്മാരെല്ലാം ശിഷ്യന്മാരെ, അനുയായികളെ മുൻപിൽ വിട്ടിട്ട് അവർ മറഞ്ഞു പോകും. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, എന്നെയാണ് തിരയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. തൻ്റെ ശിഷ്യന്മാരെല്ലാം പറഞ്ഞയച്ചതിന് ശേഷം യേശുക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവനെ അവർ വലിച്ചെടിച്ച് കൊണ്ടുപോയി. അവനെ കൈയും കാലുകളെല്ലാം ബന്ധിച്ച് അവനെ കൊണ്ടുപോയി ഒരു വലിയ മരക്കുറ്റിയിലേക്ക് അവനെ കുനിച്ചു നിർത്തി. അവൻ്റെ കൈകൾ രണ്ടും ബന്ധിച്ചതിന് ശേഷം അന്നത്തെ റോമൻ പടയാളികളുടെ മുൾക്കുളത്തുള്ള ചാട്ടവാറ കൊണ്ട് അവനെ അടിച്ച് അവനെ ആ ശരീരത്തിൽ നിന്ന് ആ ചാട്ട വലിച്ചെടുക്കുമ്പോൾ അവൻ്റെ മാംസമെല്ലാം കീറി. തിരുവഴുത്തിൽ ഇങ്ങനെ പറയുന്നു, ഒഴിവുകാരൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഒഴിവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. യേശുക്രിസ്തുവിൻ്റെ ശരീരം ആകമാനം ഉഴുതു മറയ്ക്കപ്പെട്ടു. അവനെ പീലാത്തോസിൻ്റെ മുൻപിലും റോമൻ ഗവർണറായിരുന്ന പീലാത്തോസിൻ്റെ മുമ്പിലും നാടുവഴിയായിരുന്ന ഹെരോദാവിൻ്റെ മുമ്പിലും എല്ലാം അവൻ വിസ്തരിക്കപ്പെട്ടു. അവർക്കാർക്കും അവനിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പീലാത്തോസ് പറഞ്ഞു, ഇവൻ ചെയ്ത ദോഷമെന്ത്, ഞാൻ ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ല. കുറ്റം കാണാത്തവനെ വിട്ടയക്കേണ്ടതാണ് ശരിയായിട്ടുള്ള നീതിന്യായ കോടതിയുടെ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ യഹൂദന്മാർ മുട്ടിപ്പായിട്ട് നിലവിളിച്ചു, ഞങ്ങൾക്ക് ഒരു രാജാവേ ഉള്ളത്, കൈസറാണ്. ഇവൻ തന്നെത്താൻ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ക്രൂശിക്കണമെന്ന് അവിടെ നിലവിളി ഭയങ്കരമായിട്ട് വന്നപ്പോൾ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് അവനെ ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുത്തു. അതിനുശേഷം അവനൊരു പാത്രത്തിൽ കൈ കഴിഞ്ഞതിന് ശേഷം ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുത്തു. അവർ അവനെ അടിച്ചതിന് ശേഷം ഭാരമുള്ള ഒരു മരക്കുരിശ് അവൻ്റെ തോളിൽ വെച്ച് ചുമന്നുകൊണ്ട് ഗോൽഗൊഥാ മലയുടെ മുകളിലേക്ക് അവനെ വഹിച്ചു കൊണ്ടുപോയി. ആ ക്രൂശ് ചുമക്കുവാനായിട്ട് അവന് കഴിയുമായിരുന്നില്ല. അവൻ വീണും എഴുന്നേറ്റും ഗോൽഗൊഥാ മലയുടെ മുകളിലേക്ക് പോയി. ആ സമയത്ത് വയലിൽ നിന്ന് വന്ന കുറേനക്കാരനായ ഒരു ശീമോൻ എന്ന് പറയുന്ന മനുഷ്യനെ അവർ പിടിച്ചിട്ട് പറഞ്ഞു, ഈ ക്രൂശ് ചുമക്കുവാനായിട്ട് പറഞ്ഞു. ക്രൂശിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ. ഒരു ക്രൂശ് വളരെ നിന്ദയുടെ ഒരു അപമാനത്തിൻ്റെ ഒരു ചിഹ്നമാണ്. എന്നാൽ കുറേനക്കാരനെ ശീമോനെ നിർബന്ധിച്ചു ഈ ക്രൂശ് ചുമന്ന് അങ്ങനെ ആ ഗോൽഗൊഥാ മലയുടെ മുകളിൽ യേശുക്രിസ്തുവിനെ അവർ എത്തിച്ചു. ആ ക്രൂശും എത്തിച്ചു. അതിനുശേഷം ആ ക്രൂശിൽ അവർ അവനെ കിടത്തി. അവൻ്റെ 2 കൈകളും വിരിച്ചു. വലിയ ഇരുമ്പിൻ്റെ ആണ്ടുകൾ ആ കൈയിലേക്കും 2 കാലുകളും ചേർത്ത് വെച്ച് കാലിലേക്കും അടിച്ച് കയറ്റി. അതിനുശേഷം ആ കുരിശ് അവർ മറച്ചിട്ടതിന് ശേഷം ആ ബാക്കിലേക്ക് വന്ന ആ ആണിയുടെ കൂർത്ത ഭാഗം അവർ മടക്കി, അത് ആ മരത്തോട് ചേർത്ത് അവർ മടക്കി. അതിനുശേഷം വലിയൊരു
കുഴിയിലേക്ക് ആ കുരിശ് എടുത്തിട്ടു. അവൻ്റെ അസ്ഥികൾ ബന്ധമിടുന്ന മാതിരി കുലുങ്ങി, എന്നാൽ അസ്ഥികളൊന്നും ബന്ധമിട്ടില്ല. അവൻ ക്രൂശിന്മേൽ കിടന്നു. 2 കള്ളന്മാർ ഇടത്തും വലത്തുമായിട്ട് അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ ആ ക്രൂശിക്കപ്പെട്ടതിന് ശേഷം അന്ന് കർത്താവായ യേശുക്രിസ്തു അവിടെ നിന്ന് നിലവിളിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അതെ, ദൈവം അവനെ കൈവിട്ട് കളഞ്ഞു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അവനെ കൈവിട്ട് കളഞ്ഞു. അവൻ്റെ അനേക അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയ ജനക്കൂട്ടം അവനെ കൈവിട്ട് കളഞ്ഞു. അതെ, ഭക്ഷണം കഴിച്ചവരെ, അതുപോലെ തന്നെ അനവധി അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരെല്ലാവരും അവനെ കൈവിട്ട് കളഞ്ഞു. ഇത് യെരുശലേമിന് സമീപമാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് കടന്നു പോകുന്ന ജനക്കൂട്ടമെല്ലാം അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നു എന്ന് പറഞ്ഞവനെ, നീ ക്രൂശിൽ നിറങ്ങി വാ, എന്നാൽ ഞങ്ങൾ കണ്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാവരും അവനെ പരിഹസിച്ചു. അവനെ ക്രൂശിന്മേൽ നിന്ന് ഇറങ്ങി വരുവാൻ കഴിയുമായിരുന്നു. അതെ, അവൻ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവനാണ്, കുരുടന് കാഴ്ച കൊടുത്തവനാണ്, പിറവിക്കുരുടന് കാഴ്ച കൊടുത്തവനാണ്. അവന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. എന്നാൽ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ തക്കോണം ആ അപമാനമെല്ലാം അവൻ അലക്ഷ്യമാക്കി അവൻ ആ ക്രൂശിനെ സഹിച്ചു. ഒടുവിൽ അവൻ പറഞ്ഞു, പിതാവേ, നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ പ്രാണനെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അത് തിരുവെഴുത്തുകളിൻ പ്രകാരം യേശുക്രിസ്തു ജനിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം കഷ്ടമനുഭവിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ മരിച്ചു. ഒടുവിൽ ഒരു വലിയ കല്ലറയിൽ അരിമത്യക്കാരനായ യോസഫ് വിലയ്ക്ക് വാങ്ങി വെച്ചിരുന്ന പുതുതായിട്ട് വെട്ടിയിരുന്ന ഒരു കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. ആ കല്ലറ, അതിൽ നിന്ന് അവൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ട് പോകാതിരിക്കുവാൻ വേണ്ടി അവൻ്റെ ശിഷ്യന്മാർ മോഷ്ടിക്കുമെന്ന് പറഞ്ഞ് അന്ന് യഹൂദന്മാർ പോയി റോമൻ ഗവർണറായ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു, കല്ലറ ഉറപ്പാക്കണം, നിങ്ങളാൽ ആവോളം ഉറപ്പാക്കിക്കൊള്ളുക. 4 ബറ്റാലിയൻ പട്ടാളത്തെ അവർ അയച്ചു കൊടുത്തു. പിലാത്തോസ് അയച്ചു കൊടുത്തു. അങ്ങനെ 4 ബറ്റാലിയൻ പട്ടാളക്കാരെ കാവലിട്ടു. വലിയൊരു കല്ല് ആ ഗുഹാമുഖത്ത് ഉരുട്ടി വെച്ചു. ആരാലും അത് എടുത്തു മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചു. റോമൻ ഗവൺമെൻറ് മുദ്ര വെച്ചു. നമുക്കറിയാം, ഒരു വീട് പോലീസ് സീൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആർക്കും പ്രവേശിക്കാൻ പാടില്ല. അതെ, റോമൻ ഗവൺമെൻറ് സീൽ വെച്ചു. അങ്ങനെ എല്ലാ നിലയിലും ആ കല്ലറ ഭദ്രമാക്കി വെച്ചു. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമരണമായി അനുഭവിച്ച കർത്താവായ യേശുക്രിസ്തു അവൻ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ താൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവനെ അന്വേഷിച്ച് വന്നവരെല്ലാം കല്ല് മാറ്റിയിരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. അതെ, അവൻ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം വീണ്ടും അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. 40-ാം ദിവസം തൻ്റെ ശിഷ്യന്മാർക്ക് അവൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അപ്പോൾ ശിഷ്യന്മാർ ആ കാഴ്ച കണ്ടുകൊണ്ട് നോക്കി നിന്നു. അപ്പോൾ ദൂതന്മാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു താൻ പോയതുപോലെ വീണ്ടും വരും. അതെ, ഈ യേശു കർത്താവ് വീണ്ടും വരും രക്ഷിക്കപ്പെട്ട മനുഷ്യരെ ചേർക്കുവാനായിട്ട്. അതെ, കർത്താവ് യേശു ക്രിസ്തു പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ അനുഭവിച്ച് തൻ്റെ സ്വന്തം ശരീരത്തിൽ നമുക്ക് വേണ്ടി അവൻ പകരക്കാരനായിട്ട് മരിച്ചു. ദൈവം ദൂതന്മാരെ ആദരിച്ചില്ല, ദൈവം മനുഷ്യനെ ആദരിച്ചു എന്ന് വേണം പറയുവാനായിട്ട്. കാരണം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. വീണുപോയ ദൂതന്മാരെ ആദരിക്കാത്ത ദൈവം സ്വന്തം പുത്രനെയും ആദരിച്ചില്ല. അവനെ പാപത്തിൻ്റെ കുഴിയിലേക്ക് ഇട്ടുകളഞ്ഞു. നരകത്തിൻ്റെ വേദനയിലൂടെ അവനെ കടത്തിവിട്ടു. ഒടുവിൽ അവൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനുള്ള പരിഹാരം നിവൃത്തിയായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, അതെ, യേശുക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു. യേശുക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിന്മേൽ രക്തം ചിന്തി. ഇത് നീ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് പാപമോചനമുണ്ട്. നിന്റെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശുവേ, ഞാൻ ഒരു പാപിയാണ്. എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഇന്നു മുതൽ എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായിട്ട് നൽകുന്നു. കർത്താവെ, എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ എന്ന് ലളിതമായൊരു പ്രാർത്ഥന നീ വിശ്വാസത്തോടുകൂടി ഈ വചനം കേൾക്കുമ്പോൾ ഇരുന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചാൽ, തത്തമ്മ പറയുന്ന പോലെ വെറുതെ ഏറ്റു പറയുകയില്ല. നിന്റെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം, നീ ഹൃദയം ദൈവത്തിനായിട്ട് കൊടുത്ത കർത്താവെ, എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്കായിട്ട് തരുന്നു, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് നീ പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ഇന്ന് വരെയുള്ള നീ ചെയ്തു പോയതായിട്ടുള്ള എല്ലാ പാപങ്ങളും, അത് എത്ര കൊടിയ പാപമായിക്കോട്ടെ, അതൊരു വ്യഭിചാരമായിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, എത്ര കൊടിയ പാപമാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് നീ പരമാർത്ഥത്തോടെ നിലവിളിക്കുമെങ്കിൽ നിൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് യേശുക്രിസ്തു നിന്നെ പുതിയ സൃഷ്ടിയാക്കി തീർക്കും. അവൻ്റെ രക്തത്താൽ നിനക്ക് പാപമോചനമുണ്ട്. അവൻ്റെ രക്തത്താൽ നിനക്ക് ദൈവത്തോട് നിരപ്പും സമാധാനവും വരും. അതെ, ദൈവം നിന്നെ കൈപിടിച്ച് ചേർത്തുകൊള്ളും. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഒരുക്കിയ രക്ഷാകര പദ്ധതിയാണ് കാൽവരി ക്രൂശ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. അതെ, അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന് ശിക്ഷാവിധി വന്നു കഴിഞ്ഞു എന്ന് ദൈവവചനം പറയുന്നു. അതെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്തവന് ശിക്ഷാവിധി വന്നു കഴിഞ്ഞു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതേ സഹോദര, യേശു നിന്നെ സ്നേഹിച്ചു. അതേ സഹോദരി, യേശു നിന്നെ സ്നേഹിച്ചു. നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിനക്ക് പാപമോചനം
സമാധാനമുണ്ട്, നിനക്ക് പാപക്ഷമയുണ്ട്, നിനക്ക് വീണ്ടെടുപ്പും വിടുതലുമുണ്ട്. എന്നാൽ ഈ യേശുക്രിസ്തുവിനെ നീ ഏറ്റുപറയാതെ, യേശുക്രിസ്തുവിനെ നീ ഏറ്റുകൊള്ളാതെ, യേശുക്രിസ്തുവിനെ നീ വിശ്വസിക്കാതെ, പരിശുദ്ധാത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടും നീ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്കിനി ഒരു ചാൻസ് ഇല്ല. നീ ഈ ഭൂമിയിൽ വെച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ നിനക്കൊരുക്കിയിരിക്കുന്ന നിത്യമായ നരകവിധിയിലേക്ക് നീ പോകേണ്ടതായിട്ട് വരും. നിന്റെ ന്യായവിധി എന്ന് പറയുന്ന നരകത്തിലേക്ക് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. അതെ, നീ വലിയൊരു വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. അവിടെ പുസ്തകങ്ങൾ തുറക്കും, അവിടെ ജീവൻ്റെ പുസ്തകം തുറക്കും. അവിടെ ജീവൻ്റെ പുസ്തകം തുറക്കുമ്പോൾ നിന്റെ പേര് ആ പുസ്തകത്തിൽ കണ്ടില്ല എങ്കിൽ നിന്നെ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള തീ പൊയ്കയിലേക്ക് നിന്നെ തള്ളിയിടും. അവിടെ നിനക്ക് നിത്യത മുഴുവൻ കിടക്കേണ്ടത് വരും. 1 വർഷമോ 2 വർഷമോ 10 വർഷമോ അല്ല. ഒരു മനുഷ്യൻ തീയിൽ കിടന്നാൽ പെട്ടെന്ന് മരിച്ചു പോകും. എന്നാൽ ആത്മീക ശരീരം ആ തീയിലേക്ക് പോകുന്നതുകൊണ്ട് കോടാനുകോടി വർഷങ്ങളോളം ആ തീയിൽ കിടന്ന് നീ ദാഹമുള്ളവനായി, വിശപ്പുള്ളവനായി, കൊടിയ തീജ്വാലയിൽ കിടന്ന് നീ വേഗുന്നവനായിട്ട് തീരും. അതെ, വേറെ ഒരു മാർഗവുമില്ല. നീ നേർച്ച കൊടുക്കേണ്ട, കാഴ്ച കൊടുക്കേണ്ട, പുണ്യപ്രവൃത്തികൾ ചെയ്യേണ്ട. നിനക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു എല്ലാം നിവർത്തിച്ച് വെച്ചിരിക്കുകയാണ്. നീ നിന്റെ ജീവിതത്തെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുമോ എങ്കിൽ നിനക്ക് രക്ഷ ഉറപ്പാണ്. അതെ, ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? അതെ, അവൻ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ അവന് വിശ്വാസം ഉണ്ടാകുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. നീ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നിനക്ക് വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസത്താൽ നിന്നെ അവൻ രക്ഷിക്കുകയും ചെയ്യും. നിനക്ക് അത് നീതിയായിട്ട് കണക്കിടുകയും ചെയ്യും. വേറെ യാതൊരു മാർഗവുമില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നീ യേശു ക്രിസ്തുവിനെ ഏറ്റുകൊള്ളുമ്പോൾ അവൻ നിന്നെ ദൈവമകനായിട്ട്, ദൈവമകളായിട്ട് കൈക്കൊള്ളുകയാണ്. നീ ദൈവത്തിൻ്റെ സ്വന്തം വകയായിട്ട് തരും. എന്നാൽ എല്ലാവരും അത് വിശ്വസിച്ചു കൊള്ളണം എന്നില്ല. റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകില്ല. ഈ ഭൂമിയിൽ നീ ഏതെല്ലാം കാര്യങ്ങളിൽ, ഏതെല്ലാം വ്യക്തികളിൽ, ഏതെല്ലാം വലിയ ഇടപാടുകളിലെല്ലാം നീ ആശ്രയം വെച്ചാലും അതൊക്കെ നിന്നെ തള്ളിക്കളയും, നീ ലജ്ജിച്ചു പോകേണ്ടതായിട്ട് വരും. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരുത്തനും ലജ്ജിച്ചു പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും അതുപോലെ തിരുവെഴുത്തുകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ കഠിനമാക്കാതെ, കർത്താവായ യേശുവേ, ഞാൻ ഒരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങ് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തു. കർത്താവെ, ഒടുവിൽ എനിക്ക് പകരമായിട്ട് അങ്ങ് ക്രൂസ്, നീ വ്യക്തിപരമായിട്ട് പറയണം, എനിക്ക് പകരമായിട്ട് അങ്ങ് ക്രൂസിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, നീ മരിക്കുക മാത്രമല്ല, നീ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഇന്നു മുതൽ എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായിട്ട് തരുന്നുവെന്ന് നീ മാനസാന്തരപ്പെട്ട് നിൻ്റെ പാപ വഴികളെ വിട്ട് നീ യേശുക്രിസ്തുവിലേക്ക് തിരിയുമെങ്കിൽ നിനക്ക് രക്ഷ ഉറപ്പാണ്, നിൻ്റെ രക്ഷ ഭദ്രമാണ്. അതുപോലെ തന്നെ കർത്താവ് നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ നീ ലജ്ജിച്ച് പോകേണ്ടതായിട്ട് വരികയില്ല. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ വചനം കേട്ടിട്ട് തള്ളിക്കളഞ്ഞ് പോയാൽ, നീ മരിച്ച് ഈ ഭൂമിയിൽ വെച്ച് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒടുവിൽ ന്യായവിധി സ്ഥലത്ത് നീ ലജ്ജിക്കേണ്ടതായിട്ട് വരും. അവിടെ നിന്നെ സഹായിക്കാനായിട്ട് ആരും ഉണ്ടാകുകയില്ല. ഇന്ന് നിന്നെ സഹായിക്കാൻ പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. എന്നാൽ അന്ന് നിന്നെ സഹായിക്കുവാൻ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നീ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തെ കഠിനമാക്കാതെ തന്നെ താൻ താഴ്ത്തി, കർത്താവ് യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് നീ പരമാർത്ഥതയോടെ ഏറ്റു പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ നിന്നെ രക്ഷിക്കും. നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും. ഇന്ന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് അങ്ങയുടെ സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ലഭിച്ച ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അനേക ഹൃദയങ്ങളിൽ ഈ വചനം കടന്നു ചെല്ലുമ്പോൾ കർത്താവെ, പിശാചോ അതിനെ എതിരായിട്ട് നിന്ന് കർത്താവെ, മനുഷ്യനെ അതിൽ നിന്ന് മാറ്റാതെ കർത്താവെ, വാസ്തവമായിട്ടും അവൻ മനം തിരിഞ്ഞ് യേശുക്രിസ്തുവിലേക്ക് വരുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് കേൾക്കുന്ന ഹൃദയങ്ങളോട് വാദിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത് സൗജന്യമാണല്ലോ കർത്താവെ, ഇതിനൊരു വിലയും കൊടുക്കണ്ടല്ലോ കർത്താവ്, വിലയെല്ലാം കർത്താവ് കൊടുത്തു കഴിഞ്ഞല്ലോ കർത്താവെ. യേശുവെ, അങ്ങേ വിശ്വസിക്കുവാനായിട്ട് അങ്ങയുടെ ഹൃദയങ്ങളെ അങ്ങയുടെ ക്രൂശിലേക്ക് ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ്. നിന്റെ വചനം കേട്ട് ആരും നശിച്ചു പോകാനിടയാകാതെ നിന്റെ വചനം കേട്ട് അത് ഓരോരുത്തർക്കും രക്ഷയായി, ജീവനായി, ചൈതന്യമായിട്ട് മാറുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ഹൃദയങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ കർത്താവ്. ആത്മീയമായിട്ട് വളരുവാൻ, ഭൗമികമായിട്ട് ഉയരുവാൻ അവിടുന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കേൾവിക്കാരെയും ദൈവങ്ങളിലേക്ക് നൽകുകയാണ് കർത്താവെ. അങ്ങ് വചനം തന്നതിനായിട്ട് സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, മഹത്വം എടുത്തായിട്ട് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവമിച്ച് ഞങ്ങൾ രക്ഷിതാവും കർത്താവുമായി യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.